കനത്ത മഴയിൽ കാസർഗോഡ് മാവുങ്കാലിൽ ദേശീയപാതയോരത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷം. ദേശീയപാത നിർമ്മാണവും ഡ്രൈനേജ് ഇല്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം ചില ദൃശ്യങ്ങളും പ്രതികരണങ്ങളും. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, വടക്കൻ കേരളത്തിൽ പരക്കെ മഴ പെയ്യുകയാണ്. അതിൽ തന്നെ കണ്ണൂരും കാസർഗോഡുമാണ് കഴിഞ്ഞ 2 ദിവസമായി ഒട്ടും തോരാതെ മഴ തുടരുന്നത്. എന്താണ് അവിടുത്തെ പൊതു സാഹചര്യം? തേജസ്വിനി പുഴ ഉൾപ്പെടെ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. മഴയ്ക്ക് ശമനമുണ്ടോ അതോ ഇപ്പോഴും പഴയതുപോലെ തീവ്രമഴ തുടരുകയാണോ അരുൺ? വിജയകുമാർ, അല്പസമയം അതായത് ഒരു അരമണിക്കൂർ നേരം മാത്രം മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഇപ്പോഴും മഴ ശക്തമായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോടോ തുരുത്തിയിലാണ്, നീലേശ്വരം പോടോ തുരുത്തിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ, നമ്മുടെ ക്യാമറമാൻ രജീഷ് കരുവള്ളൂരാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അതവിടെ കുറേ ആളുകൾ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതൊരു റോഡാണ്. അവിടെ 60ഓളം വീടുകളുണ്ട്. 60ഓളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ കുറേ പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ആ വീടുകളിൽ തന്നെ കഴിയുന്നുണ്ട്. അത് ആളുകൾ നടന്നു വരുന്നത് വെള്ളത്തിലൂടെയാണ്. മുട്ടിന് ഒപ്പം വെള്ളം അവിടെയുണ്ട്. ആ മതിലൊക്കെ വെള്ളത്തിലിങ്ങനെ പകുതിയോളം വെള്ളം നിറഞ്ഞൊരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളക്കെട്ടിന് കാരണമായത് തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ്. ഈ ദക്ഷിണ കന്നഡയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മലമേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് ഈ കാസർഗോഡ് ജില്ലയിലെ പല നദികളും വെള്ളം കയറാൻ, ജലനിരപ്പ് ഉയരാൻ അത് കാരണമായിട്ടുണ്ട്. ഈ തേജസ്വിനി പുഴ കരകവിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. 60ഓളം വീടുകളിലാണ് ഈ നീലേശ്വരം പോടോ തുരുത്തിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. മാത്രമല്ല മധുവാഹിനി പുഴയും പൈവളിക പുഴയും ഒക്കെ ഒരു കരകവിഞ്ഞ മട്ടാണ്. നദിയിലെ ജലനിരപ്പ് ഉയർന്ന മട്ടാണ്. പറമ്പ LP സ്കൂളിൽ, വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിൽ ഇപ്പോൾ 10 കുടുംബങ്ങളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. 37 അംഗങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റൊന്ന് ബേവിഞ്ച തെക്കിൽ മേഖലയിലാണ്. NH ബേവിഞ്ച തെക്കിൽ മേഖലയിൽ അവിടെ മണ്ണിടിച്ചിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അവിടെ ഈ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ നടത്തിയിരുന്നു. ഇതായിപ്പോൾ ഈ ആളുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ പോടോ തുരുത്തിയിൽ ആളുകൾ ഇവിടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രതികരണം നമുക്കൊന്ന് തേടാൻ എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ മുട്ടിനോളം വെള്ളമുണ്ട്. കുറച്ച് കുട്ടികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത് എപ്പോൾ മുതലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായത്? ഇന്നലെ മുതലാ? എത്ര വീടുകളുണ്ട് ഇവിടെ? 200ഓളം വീടുകളുണ്ട്. എല്ലാ വീട്ടിലും ഇതാണ് അവസ്ഥ? ഈ പ്രദേശത്ത് കൂടുതലുണ്ട്. നിങ്ങളിപ്പോ കുറെ വീടുകളുണ്ട് ഈ ഭാഗത്ത്? വല്ലാത്ത ബുദ്ധിമുട്ടായി? എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? ഈ പ്രാവശ്യം കുറച്ചധികം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് അധികമായി വെള്ളം കയറി. ശക്തമായ മഴ കഴിഞ്ഞ 3 ദിവസമായി അതിതീവ്ര മഴയാണ് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് അലേർട്ടാണ്. അതിൻ്റെ ഭാഗമായി നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഈ ഇവരൊക്കെ ക്യാമ്പിലേക്ക് മാറിയോ? അവിടെ ഏതാണ്ട് 60ലധികം വീടുകളുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ക്യാമ്പുകളിലേക്ക് മാറിയോ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ജില്ലാ ഭരണകൂടമൊക്കെ? വിജയകുമാർ, നിലവിൽ ഈ പോടോ തുരുത്തിയിലെ ആളുകളെ ബന്ധുവീടുകളിലേക്കാണ് കുറച്ച് ആളുകളൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മറ്റു ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ കുട്ടികളൊക്കെ അവിടെയുള്ള ആളുകളാണ്. അവരൊന്നും മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. പക്ഷേ 12 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ലൈവ് നൽകുന്ന സമയത്ത് ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിതീവ്ര മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ള കാരണം. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. തേജസ്വിനി പുഴ, അതുപോലെ തന്നെ കാര്യങ്കോട് പുഴ, പൈവളിക, മധുവാഹിനി പുഴ എന്നിവിടങ്ങൾ, ഉപ്പളപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയതാണ്. എന്തായാലും ഇനിയും വെള്ളം കൂടുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ കൂടി ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരും. നിലവിൽ നീലേശ്വരത്ത് ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. ആകെ തുറന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിൽ മാത്രമാണ്. വിജയകുമാർ.
യെസ്, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് അരുൺ സംസാരിക്കുമ്പോഴും പെരുമഴ അവിടെ തുടരുകയാണ്. അപ്പോൾ ജലനിരപ്പ് പുഴകളിൽ ഉയരുന്നുണ്ട്. ആളുകൾ ക്യാമ്പുകളിലേക്കൊക്കെ മാറണം. സുരക്ഷാ ക്രമീകരണങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്.